10वीं कक्षा के सभी छात्रों को स्वागत. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഹിന്ദിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗത്തിലെ കവിതയെക്കുറിച്ചായിരുന്നു. മാത്രമല്ല ആ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന എഴുതിയ ടിപ്പണി നമ്മൾ കണ്ടിരുന്നു. ആ ടിപ്പണിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടിപ്പണിയെക്കുറിച്ചാണ്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പാഠഭാഗം എടുക്കുക. പേജ് നമ്പർ 15 पहला अनुच्छेद. अनुच्छेद का मतलब क्या है? पैराग्राफ. നമുക്ക് ആദ്യ പാരഗ്രാഫ് വായിച്ച് നോക്കാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनघड़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ൽ എന്ന് പറയുന്ന നമ്മുടെ കവി തൻ്റെ മൗലികതയോട് കൂടെ ഭാഷയ്ക്ക് അൻഘടത ക്രമമില്ലായ്മ, ഭാഷയുടെ ക്രമമില്ലായ്മയുടെ കാര്യത്തിലും വിഖ്യാത്. വിഖ്യാത് का मतलब क्या है? विख्यात, प्रशस्त. हिंदी में भी कहते हैं, मलयालम भी कहते हैं प्रशस्त. പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹം മൗലികതയുടെ കാര്യത്തിലും തൻ്റെ ക്രമമില്ലാത്ത ഭാഷയുടെ കാര്യത്തിലും പ്രശസ്തനാണ്. കിന്തു ഇസ് കവിതാമേ, പക്ഷേ ഈ കവിതയിലെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കാം. മൗലിക ഹോനെ കെ സാത്ത് ഹി വേ കാവ്യശില്പി കെ സിദ്ധ കവി കി തരഹ് ഭി ദിഖായി ദേത്തെ ഹെ. ഈ കവിതയിൽ അദ്ദേഹം മൗലികതയോട് കൂടെ കാവ്യശില്പത്തിൻ്റെ സിദ്ധ കവി, സിദ്ധ നിപുണനായ എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന, കാവ്യശില്പത്തിൻ്റെ കാര്യത്തിലെ നിപുണനായ കവിയുടെ രൂപത്തിലും കാണപ്പെടുന്നു. അപ്പോൾ എന്ത് ഈ പാരഗ്രാഫിൻ്റെ ഉള്ളടക്കം? വിനോദ് കുമാർ ശുക്ൽ സാധാരണഗതിയിൽ മൗലികതയോടുകൂടുള്ള കവിതയുണ്ടാവും, പക്ഷേ ഭാഷയുടെ ക്രമമില്ലായ്മയുടെ കാര്യത്തിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. പക്ഷേ ഈ കവിതയിൽ മൗലികതയോട് കൂടെ തന്നെ കാവ്യശില്പത്തിൻ്റെ നിപുണനായ കവി എന്ന രൂപത്തിലും കാണപ്പെടുന്നു. അഗല അനുച്ഛേദ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. കവിത के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. कविता के अर्थ मतलब क्या है? अर्थ, കവിതയുടെ അർത്ഥം, മീനിങ്സ്. ഇതനെ സഹജ് സ്വാഭാവികം, ഇത്ര സ്വാഭാവികവും, ഓർ സാഫ് ഹേ കി, സാഫ് വ്യക്തവുമാണ്. എങ്ങനെ? ഉന്നെ വ്യാഖ്യ കി ദർക്കാർ നഹി ഹെ. വ്യാഖ്യ വിശദീകരണം അല്ലേ? വ്യാഖ്യ കി ദർക്കാർ നഹി, അതിന് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य, സരളമായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ സ്വയം അപ്ന മർമ്മ കഹതേത്തെ, അതിൻ്റെ മർമ്മ, അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലായത് ഈ കവിതയുടെ അർത്ഥം വളരെ സ്വാഭാവികവും വ്യക്തവുമാണ്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? കവിതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആദ്യത്തെ 2 വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താണ്? ഒന്ന് വായിച്ച് നോക്കി. കവിതയുടെ ഫസ്റ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ നിങ്ങൾ. നിരാശനായിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെ അറിയില്ല. പക്ഷേ അദ്ദേഹം പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇതാണ് ആദ്യം മുതൽ അവസാനം വരെ. അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ളൊരു കവിതയാണ് വിനോദ് കുമാർ ശുക്ല എഴുതിയത് എന്നാണ് ഈ ടിപ്പണി എഴുതിയ നരേഷ് സക്സേന നമ്മോട് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് അല്പം വലിയ പാരഗ്രാഫാണ്, ശ്രദ്ധിക്കുക. ഇതിലാദ്യം കവിതയിൽ നിന്ന് ഒരു വരി എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് ടിപ്പണി എഴുതുന്ന സമയത്ത് ആ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുന്ന ആ കവിതയുടെ നമുക്കിഷ്ടപ്പെട്ട വരികൾ ഏതെങ്കിലും എടുത്തുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് എഴുതാം എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. വ്യക്തിക്കോ मैं नहीं जानता था, हताशा को जानता था. ഇത് കവിതയിലെ വരിയല്ലേ?
എന്താണ്? വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം നിരാശനാണെന്ന് എനിക്കറിയാമായിരുന്നു. कहते ही ഇത് പറയുമ്പോൾ വേ जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. എന്താണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കവിതയിൽ അദ്ദേഹം വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് നിരാശ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ ജാന്നേക്ക് ഹമാരി അറിയുക എന്ന നമ്മുടെ ജാനി പഹ്ചാനി രൂഢിക്കോ ചിരപരിമിതമായ രീതികളെ തോട് ദേത്തെ പൊട്ടിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അടുത്ത വരി നോക്കൂ. ജോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് നാം, വ്യക്തിക്ക് നാം, വ്യക്തിയുടെ പേര്. ഈ കവിത നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്തെ മതലബ് ക്യാ ഹൈ? അഡ്രസ്സ്, ഉംർ വയസ്സ്, ഓഹദെ അദ്ദേഹത്തിൻ്റെ പദവി, ജാതി സേ ജാന്നെ കോ ജോർത്തി ഹെ ഇവയെല്ലാം അറിയുന്നതുമായി ബന്ധപ്പെടുത്തുന്നു. യദി ഹം കിസി വ്യക്തിക്കോ നമ്മൾ ഏതെങ്കിലും വ്യക്തിയുടെ ഉസ്കി ഹതാശ അദ്ദേഹത്തിൻ്റെ നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട് സെ നഹി ജാൻതേ തോ നമ്മൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ നിരാശയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കട് പ്രയാസങ്ങളല്ലേ ഇവയെല്ലാം നഹി ജാൻതേ തോ അറിയുന്നില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാൻതേ നമ്മളൊന്നും അറിയുന്നില്ല. അതായത് കവി പറയുകയാണ്, നമ്മൾ നമ്മുടെ അടുത്തുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അറിയുന്നില്ല എങ്കിൽ, സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയുന്നില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം, ഉദാഹരണം, നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണമാണ്. സടക് പർ ഗായൽ മുറിവിലെ റോട്ടിൽ, സടക്ക് റോഡ് അറിയാലോ, റോട്ടിൽ അപകടം പറ്റിക്കിടക്കുന്ന അപരിചിത് വ്യക്തിക്കോ ദേക്കർ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ക്യാ ഹം കഹ് സക്തെ നമ്മളിങ്ങനെ പറയുമോ? ഉസേ ഹം നഹി ജാൻതേ അയാൾ അറിയില്ല എന്ന്. നിങ്ങൾ കാണാറില്ലേ, നമ്മൾ പോകുന്ന സമയത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസം, റോട്ടിൽ ആരിൽ വീണ് കിടക്കേ, അപകടത്തിൽപ്പെട്ട് കിടക്കേ കണ്ടാൽ നമ്മൾ അദ്ദേഹത്തെ അറിയോ? അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടാണ് സഹായിക്കുക? അല്ല, നമ്മൾ അദ്ദേഹം അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ, മുറിവേറ്റ് കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാസ്തവമേ ഈ ലേഖകൻ നമ്മോട് പറയാണ്, ഈ ടിപ്പണി എഴുതിയ നരേഷ് സക്സേന നമ്മോട് പറയാണ്, വാസ്തവത്തിൽ ഹം ജാൻതേ ഹൈ നമ്മൾ അറിയേണ്ടത് യഹ് വ്യക്തി മുസീബത്ത് മേ ഹൈ, ആ വ്യക്തി അപകടത്തിലാണോ, ഓർ ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹൈ, മദദ് സഹായം, നമ്മുടെ സഹായം ആവശ്യമാണോ, ഇത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഈ കവിത മനുഷ്യക്ക് തര ജാന്നെ കി യാദ് ദിലാത്തി ഹൈ. ഈ കവിതയിൽ മനുഷ്യക്ക് തര ഒരു മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ട് യാദ് ദിലാത്തി ഹൈ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാരഗ്രാഫ് എങ്ങനെയുണ്ട്? വലിയ പാരഗ്രാഫാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി എന്താ പറഞ്ഞത് എന്നുള്ളത്. ഇതിലെന്താണ് പറഞ്ഞത്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് അവരുടെ പേര്, ജാതി, മതം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പദവി, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളറിയേണ്ടത് എന്താണ്? അദ്ദേഹം എന്തെങ്കിലും പ്രയാസത്തിലാണോ എന്നിട്ട് സഹായിക്കുക. അങ്ങനെ നമ്മുടെ അടുത്തുള്ളവരുടെ പ്രയാസം അറിയാത്തവർ നല്ല മനുഷ്യരല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ? റോട്ടിൽ ആരെങ്കിലും പരിക്ക് പറ്റി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടാൽ നമ്മൾ അയാളെ അഡ്രസ്സോ അല്ല അയാളെക്കുറിച്ച് അറിയുമോ എന്നല്ല നോക്കുക, അയാൾക്ക് പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അത് മാത്രമാണ് നോക്കേണ്ടത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ തന്നെ സഹായിക്കണം. ഈ കാര്യമാണ് ഇവിടെ കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അഗല അനുച്ഛേദ്, അടുത്തത് ഒരു ചെറിയ പാരഗ്രാഫാണ്, ആകെ 3 വരിയേ ഉള്ളൂ. कविता लगातार नहीं जानने और जानने का बयान करती जाती है.
കവിത നിരന്തരമായി लगातार നിരന്തരമായിട്ട് नहीं जानने और जानने को बयान करती जाती है. जानना അല്ലേ, नहीं जानना അറിയില്ല, जानना അറിയുക, ഇത്തരം വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ശില്പിക്ക് ഇസ് ബാരിക് കാരിഗാരി को देखिए. ഈ കവിതയുടെ ശില്പപരമായ ഈ കഴിവിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും നമ്മുടെ ടിപ്പണിയിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ആരാണ് നമ്മുടെ ഈ കവിത എഴുതിയത്? ആരാണ് എഴുതിയത്? അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? വിനോദ് കുമാർ ശുക്ൽ. വിനോദ് കുമാർ ശുക്ൽ എഴുതിയ കവിതയുടെ പേരെന്താ? ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന കവിതയെക്കുറിച്ച് ടിപ്പണി എഴുതിയത് ആരാ? ആരാണ് എഴുതിയത്? പറയൂ. ഓക്കെ, നരേഷ് സക്സേന. അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलने को जानते थे. കവിതയിലെ വരികളാണല്ലേ. എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ മീനിങ്. വഹ് മുझे नहीं जानता था, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബടാനെ को जानता था, പക്ഷെ ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കൈ നീട്ടുന്നത് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടുന്നത് അദ്ദേഹത്തിന് അറിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ സഹായിക്കാൻ വന്നതാണെന്ന്. എന്നിട്ടോ ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. വീണ്ടും പറയുന്നു ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. എന്താണ് മീനിങ്? എന്താ കവിതയിൽ പറഞ്ഞില്ലേ? എന്താണ്? ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു, പക്ഷെ എന്തറിയാമായിരുന്നു? സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ. ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇവിടെ നമ്മോട് പറയുകയാണ് യഹ് നഹി ജാന്ന ഓർ ജാന്ന. ഈ അറിവും അറിവില്ലായ്മയും കവിതയിൽ കിസി ലോക്ഗീത് കെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്താ ഹൈ. ഇതെങ്ങനെയാണ്? കവിതയിലെ കിസി ലോക്ഗീത് കെ, എന്താ ലോക്ഗീത്? ലോക്ഗീത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ലോക്ഗീത് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലൊക്കെ കേട്ടിട്ടുണ്ടോ? നാടൻ പാട്ട് അല്ലേ, നാടോടി പാട്ട് എന്നൊക്കെ നമ്മൾ പറയും. യെസ്, ഇവിടെ കവിതാമേ കിസി ലോക്ഗീത് കി സ്ഥായിക്ക് തര. സ്ഥാരി എന്ന് പറഞ്ഞാൽ വായ്ത്താരി. വായ്ത്താരിയെ പോലെ ബാർ ബാർ ലൗത്താ ഹെ, വീണ്ടും വീണ്ടും വരുന്നു. അതായത് ഈ കവിതയിൽ നഹി ജാന്ന ജാന്ന എന്ന വാക്കുകൾ ഏതെങ്കിലും നാടോടിപ്പാട്ടിലെ വായ്ത്താരി കണക്കെ വീണ്ടും വീണ്ടും വരുന്നു. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അപ്പോൾ ശ്രദ്ധിക്കുക, ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യത്തിൽ എഴുതിയ കിസി കവിതാമേ, ഏതെങ്കിലും ഒരു കവിതയിൽ അതിൻ്റെ ലിറിക്കൽ യാ ഗീതാത്മകത, അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ ഗീതാത്മകത, लिरिकल या गीतात्मकता का बोध इस खूबी के साथ, അതിൻ്റെ ഗീതാത്മകത ഇത്രത്തോളം വിശേഷതയുള്ളതായിട്ട് ഹിന്ദി മേ കിസ് കവിതാമയായ ഹിന്ദിയിൽ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആ രഹ, ഓർമ്മ വരുന്നില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത് പാരഗ്രാഫിൽ? ഈ കവിതയിൽ നാടൻപാട്ടിലെ വായ്ത്താരി കണക്കെ ജാന്ന നഹി ജാന്ന എന്ന വാക്കുകൾ ആവർത്തിച്ചു വരുന്നു. ഇത് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത പാരഗ്രാഫിൽ ഒന്നും കൂടെ വിശദീകരിക്കുന്നു. प्यारे बच्चे ध्यान से सुनिए, ध्यान रखिए. अगला अनुच्छेद, അടുത്ത पैराग्राफ. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द, ഏതെങ്കിലും ഒരു ഗസലിലെ ആഖിരി ഷേർ കെ അവസാന വരിയിലെ ആഖിരി ശബ്ദ്, അവസാന വാക്ക്, ശ്രോതാവൻ കി ജുബാൻ പർ, ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ, ആപ്സെ ആപ് ആ ജാത്ത ഹെ, വരുന്നത് പോലെ, വൈസേ ഹി അപ്രകാരം,
ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ് ഈ കവിതയിൽ അവസാന വാക്കും വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. യാനി അതായത് സാത്ത് സാത്ത് ചലന കെ ബാദ് കവിതയിലെ വരിയാണല്ലോ. സാത്ത് സാത്ത് ചലന എന്ന വരി അല്ലെങ്കിൽ ആ ഭാഗം ആരെങ്കിലും വായിച്ചിട്ട് കവിതാപാഠ് രോക്ക് ദിയാ ജയത്തോ കവിത വായിക്കാൻ നിർത്തിക്കഴിഞ്ഞാലും സുന്നവാല കേൾക്കുന്നവർ ഖുദ് ബാക്കി പൂരാക്കർത്തെങ്കിൽ സ്വയം ബാക്കിയും കൂടെ അങ്ങോട്ട് പൂർത്തിയാക്കും. എന്ത് ഓർ കഹിതെങ്കിൽ ജാൻതേത് അവർ പറയും ജാൻതേത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ? വളരെ സിമ്പിളാണല്ലോ. അതായത് നിങ്ങൾക്ക് നന്നായി അറിയുന്ന നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു പാട്ടുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും അനൗൺസ്മെൻറ്റ് വാഹനത്തിലോ അല്ലെങ്കിൽ വല്ല മൊബൈലിൻ്റെ റിംഗ് ടോണായിട്ടോ നിങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ആ പാട്ട് കേട്ട് കുറച്ച് തുടങ്ങിയതിന് ശേഷം ആ സമയത്ത് പാട്ട് നിന്നാൽ സ്വാഭാവികമായിട്ടും ബാക്കി നമ്മളെ നാവിൻ്റെ പിന്നെ അറിയാതെ നമ്മളൊന്നും കൊണ്ട് പാടിപ്പോവും. ഉണ്ടാവാറുണ്ടോ? ഓക്കെ, നാടൻ പാട്ടിലൊക്കെ പ്രത്യേകിച്ചില്ലേ അതിൻ്റെ വൈത്താരികൾ നമുക്ക് വരികളൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ ഭാഗം മാത്രം ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് മൂളാൻ അറിയായിരിക്കും. അതുപോലെ ഈ കവിതയിൽ ജാന്ന അതുപോലെ തന്നെ നഹി ജാന്ന എന്ന വാക്കുകൾ നിരന്തരമായി വരുന്നു. ആ വാക്കുകൾ ഒരുപാട് ആവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിതയിൽ ജാന്ന ശബ്ദ അറിയുക എന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരീസ് ബദൽതി പൂർണ്ണമായും മാറ്റുന്നു. ഇസ് കവിതയ്ക്ക് പഹ്ലി ദോ പങ്ക്തിയോ മേ ഈ കവിതയുടെ ആദ്യ 2 വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത് കഹ ദേത്താ ഹൈ കവി എല്ലാ കാര്യങ്ങളും പറയുന്നു. ശേഷ് പങ്ക്തിയോ ഉസി കഹെ ഗേക്കോ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ കഹെ ഗേക്കോ ആ പറഞ്ഞതിനെ തന്നെ ഓർ സഗൻ ഓർ ഗഹര കർത്തി ഒന്നുകൂടെ ഗാഠമായി ഗഹര ആഴത്തിൽ അല്ലേ ഒന്നുകൂടെ ആഴത്തിൽ പറയുന്നു. ശരിയല്ലേ? ആദ്യം തന്നെ പറയുന്നു ഞാനൊരാളെ കാണുന്നു, അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെയും അറിയില്ല, പക്ഷെ അയാൾ പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇതാണ് ഫസ്റ്റ്. ഇത് പറയുമ്പോൾ തന്നെ കവിതയുടെ ആശയം മനസ്സിലായി. വീണ്ടും അതിനെ ഒന്നുകൂടെ വീണ്ടും നമ്മോട് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കവിതക്ക സന്ദേശ് കവിതയുടെ സന്ദേശം എന്താണ്? വായിക്കാതെ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും കവിതയുടെ സന്ദേശം. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है जानकारियाँ ज़रूरी नहीं. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ല അതൊക്കെ. എന്താണ്? 2 മനുഷ്യർ തമ്മിൽ പരസ്പരം എന്ത് വേണം? അറിയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൂടെയുള്ള ആളുകളെ സഹായിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതിന് അറിയണമെന്നില്ല അല്ലേ? ഈ സന്ദേശത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവസാനമായി പറയുന്നു കിന്തു യ സന്ദേശ് പക്ഷേ നമ്മൾ മറ്റുള്ളവരെ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവർ ബുദ്ധിമുട്ടിലാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക എന്ന ഈ ഒരു സന്ദേശം കവിതാമേ ഉപദേശിക്ക് തരഹനയ്യാത്ത കവിതയിൽ ഒരു സ്ഥലത്തും ഉപദേശമായി വരുന്നില്ല. ആ കവിത മുഴുവൻ വായിച്ച് നോക്കി അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾ സഹായിക്കൂ ഉപദേശിക്കൂ എന്നുള്ളത്? കവിതയിൽ പറഞ്ഞ എന്താണ്? ഞാനിങ്ങനെ ഒരാളെ കണ്ടപ്പോൾ പ്രയാസമുള്ള ആളെ സഹായിച്ചു എന്നാണ്. അല്ലാതെ നിങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ സഹായിക്കുമെന്ന് എപ്പോഴാണ് പറയുക? അത് വായിച്ചിട്ട് നമ്മുടെ വിനോദ് കുമാർ ശുക്ലയുടെ കവിത വായിച്ചിട്ട് അതിനെക്കുറിച്ച് നരേഷ് സക്സേന ടിപ്പണി എഴുതുമ്പോൾ പറയാണ് എന്ത് നമ്മൾ സഹായിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മളും അത് വായിക്കുമ്പോൾ നമ്മളും പരസ്പരം അങ്ങോട്ടും പറയുകയാണ് നമ്മൾ സഹായിക്കണ്ടേ, നമ്മളൊക്കെ സഹായിക്കുന്നവരാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂളിൽ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. ഏറ്റവും വലിയ ഉദാഹരണം എന്താ? സഹപാഠിക്കൊരു കൈത്താങ്ങ് അല്ലേ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടാൽ നമ്മളെല്ലാ ആഴ്ചയിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവന കൊടുക്കുന്നു. അത് പല ആളുകൾക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കുന്നു ഇല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ നമ്മളെല്ലാവരെയും സഹായിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഹതാശാസ എക് വ്യക്തി ബൈറ്റ് ഗയ എന്ന പാഠഭാഗത്തിലെ എന്ന കവിതയുടെ ടിപ്പണിയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. കവിതയെക്കുറിച്ചും
ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ടിപ്പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ന നമ്പറിൽ നിങ്ങളെ ടീച്ചേഴ്സിനെ വിളിച്ച് സംശയ നിവാരണം നടത്തുക. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സൈഡ് ക്വസ്റ്റ്യന് മാത്രമല്ല മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അത്തരം വർക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി നമുക്ക് മറ്റു വർക്കുകളുമായി, അതായത് നമ്മുടെ സൈഡ് ക്വസ്റ്റ്യനും മറ്റ് ആക്ടിവിറ്റികളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.